ചക്കക്കൊഴുക്കട്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടി കുരു കളഞ്ഞ ചക്ക ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത്. ആ ചക്ക ഒന്ന് മുങ്ങനെ മാത്രം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറ് കൂട്ടി നമുക്ക് വെണ്ണ പോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഏലപ്പാല് ചേർത്താണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. അത് വറുത്ത അരിപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. വറുക്കാത്ത അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. പക്ഷെ വറുക്കാത്ത അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കൊഴുക്കട്ടയ്ക്ക് ടേസ്റ്റ് കുറയും. ആവശ്യത്തിന് ഉപ്പിടാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഉപ്പ് എത്തുന്ന വിധത്തിൽ പൊടിയും ഉപ്പും കൂടി ഇളക്കി കൊടുക്കുക. ഇനി അരിപ്പൊടിയിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ചക്കര കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു തരി പോലും വെള്ളം ചേർക്കാതെയാണ് ഈ കൂട്ട് ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുന്നത്. സ്വല്പം മഞ്ഞ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതല്ലേ, ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞ കളർ ചേർത്തത്. കളർ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കുക. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഒട്ടും നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് ചട്ടി അടപ്പത്ത് വെച്ച് ശർക്കര ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അടി പിടിക്കും. അറിയാതെ വേണം ഇത് ചെറിയ തീയിലിട്ട് ഇളക്കാനായിട്ട്. ശർക്കര ഉരുകിയെന്ന് കാണുന്ന ഒരു ബൗള് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്തതിന് ശേഷവും തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കര നീര് വറ്റിയത് ഡ്രൈ ആയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കുഴച്ച് വെച്ച മാവെടുത്ത് കയ്യിൽ വെച്ച് പരത്തി ശർക്കരയും നാളികേരവും വെച്ച് ഉണ്ടുരുട്ടി എടുക്കാം. ഇതില് ഇപ്പോഴും ഞാൻ വെളിച്ചെണ്ണ ഒന്നും തൊട്ട് പറ്റാതാണ് ഉണ്ട ഉണ്ടാക്കി എടുക്കുന്നത്. എന്നിട്ടും ഒട്ടിപ്പിടിക്കാതെ ഉണ്ടകള് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ 2 ബൗള് പൊടി വെച്ച് ഞാൻ 6 കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. വലിയ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം. ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ കൊഴുക്കട്ട നല്ല ഇഷ്ടാവും. എല്ലാം ഉണ്ടുരുട്ടിയതിന് ശേഷം സ്റ്റൗ കത്തിച്ച് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചതിന് ശേഷം തട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉണ്ടകൾ ഓരോന്നായിട്ട് പറക്കി വെക്കാം. കൊഴുക്കട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ ഒരു തട്ടിൽ മാത്രം പുഴുങ്ങുക. 2 തട്ടിൽ പുഴുങ്ങുകയാണെങ്കിൽ ഒരു തട്ടില് ഒരിക്കലും വേവില്ല. ഒറ്റ തട്ടിൽ മാത്രം പുഴുങ്ങുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. തുറന്ന് നോക്കി ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം ഉള്ളു വെന്തിട്ടുണ്ടോ. സ്റ്റിക്കില് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഉള്ളൊക്കെ വെന്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ഉള്ളൊക്കെ വെന്തിട്ടില്ല. പറക്കി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോഴോ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. ചക്ക ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കും. വെളിച്ചെണ്ണ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു ഹെൽത്തി ഫുഡാണ് എന്നും കൂടി പറയാതിന്.